Welcome to my channel. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നമ്മൾ എൻതാൽപ്പി ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. അതിൽ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഹൗ ടു ഡിറൈവ് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി. ഈ ഹീറ്റ് കപ്പാസിറ്റി മനസ്സിലാവണമെങ്കിൽ എൻതാൽപ്പീൻ്റെ ഡെറിവേഷൻ ക്ലിയർ ആയിട്ട് അറിയണം. എൻതാൽപ്പി അറിയണമെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ആ ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് അറിയണം. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ചുറ്റുമുള്ള പല ടൈപ്പ് ഓഫ് മോളിക്യൂൾസും ലിക്വിഡ്സും എന്തോ ആയിക്കോട്ടെ, എന്തിനും അവർ ഹീറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം പുറത്ത് വയ്ക്കുക, ഒരു കഷ്ണം ഒരു മെറ്റൽ പീസ് അയൺ റോഡോ എന്തെങ്കിലും പുറത്ത് വയ്ക്കുക. നല്ല ചൂടാണ്. കുറച്ച് കഴിഞ്ഞാൽ ആരാണ് പെട്ടെന്ന് ചൂടാവുക? ഒരു ചെറിയ പീസ് മെറ്റൽ വെച്ചിട്ടുണ്ട്, അത് തൊട്ടാൽ നമുക്ക് പെട്ടെന്ന് നന്നായി ചൂടാവും. പക്ഷെ വെള്ളം തൊട്ടാൽ അത്ര ചൂടൊന്നും ആവത്തില്ല കമ്പയർ ടു ദാറ്റ് മെറ്റൽ. ചൂടായിട്ടുണ്ടാവും, ബട്ട് കമ്പയർ ടു മെറ്റൽ പീസ് ദ മെറ്റൽ വിൽ ബി മോർ, അതായത് പെട്ടെന്ന് നന്നായി ചൂടാവുണ്ടാവും. ഇതിനെന്തായിരിക്കും, ഈ വെള്ളത്തിന് അത്ര പെട്ടെന്നൊന്നും ചൂടായിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വെള്ളത്തിന് നല്ല ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതായത് അത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ എവിടെയെങ്കിലും ഇത് ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഞങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല. ഫുഡ് കഴിക്കാൻ പോകുമ്പം ഇപ്പം നമുക്കൊരു ഒരു ഒരു 1-2 ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറങ്ങ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ കൂടെ ഇരിക്കുന്ന ആൾ 4 അല്ല 5 അല്ല 6 അല്ല 7 കഴിച്ചാൽ അപ്പോൾ അവർ ഇത് നിനക്ക് നല്ല കപ്പാസിറ്റി ആണല്ലോ, അതായത് എത്ര കഴിച്ചാലും വയറ് നിറയില്ല. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് നല്ല കപ്പാസിറ്റിയാണ്. അതേപോലെ തന്നെയാണ് ഹീറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ പറയും വെള്ളത്തിന് നല്ല കപ്പാസിറ്റി, കാരണം എത്ര ചൂടടിച്ചിട്ടും അത് അത്ര പെട്ടെന്നൊന്നും ചൂടാവുന്നില്ല. അതുതന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം ഹീറ്റ് കപ്പാസിറ്റി എന്ന് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിൻ്റെ മുന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു മെറ്റലിനും വെള്ളത്തിനും ഹീറ്റ് ചെയ്തു, അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നു അല്ലേ. സോ ദ ഹീറ്റ് എബ്സോർബ്ഡ് is directly proportional to the change in temperature അല്ലേ. ഹീറ്റ് അബ്സോർബ് ചെയ്തത് ആർക്കാണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തോ അത്രയും അവിടെ ചേഞ്ച് ഉണ്ടാവും, ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനൊരു ഈക്വൽ ടു എഴുതുമ്പോൾ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻറ്റ് അല്ലേ, പ്രപ്പോർഷണാലിറ്റി കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ഡെൽറ്റ ടി ഓർ ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി. ഈ സി എന്ന് നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ദറ്റ് സി, ദ കോൺസ്റ്റന്റ് സി ഇസ് കോൾഡ് ആസ് ദി ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിക്ക് എന്തെങ്കിലും ഡെഫിനിഷൻ ഉണ്ടോ നോക്കണ്ടേ? ഹീറ്റ് കപ്പാസിറ്റീൻ്റെ ഡെഫിനിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ ദാറ്റ് ഇസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. എഴുതിക്കൂടെ? സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. ഇതിൽ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി ആൻഡ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. ഈ സി എന്താ? നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി. ഹൗ വി ആർ ഗോയിങ് ടു ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം to the change in temperature. Heat capacity is the ratio of amount of heat absorbed by the system to the change in temperature. മനസ്സിലാവുന്നില്ല? അതെന്താണ്? ഹീറ്റ് സിസ്റ്റത്തിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടും ആരും നമ്മളുടെ ഒരു റേഷ്യോ ആണ് ചേഞ്ച്. അവിടെ അപ്പോൾ ഒരു ചേഞ്ച്, ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ച് വരുമല്ലോ, ആ ഒരു ചേഞ്ചിനെയും പറ്റിയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് കപ്പാസിറ്റീൻ്റെ വാല്യൂ ആയിട്ടൊരു ബന്ധമുണ്ട് ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് ഹൈ വാല്യൂ ഓഫ് സി മീൻസ് ദാറ്റ് ദ സിസ്റ്റം ഇസ് ഹാവിങ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി. ഹൈ ഹീറ്റ് കപ്പാസിറ്റി, അതായത് സി വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇസ് ഹാവിങ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ഓർ ഹൈ സി വാല്യൂ മീൻസ് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന ചൂടിന് ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച് വളരെ കുറവായിരിക്കും. ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിൽ ബി വെരി സ്മോൾ ഇഫ് ദ സി വാല്യൂ ഇസ് ഹൈ. സി വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം ഇസ് ഹാവിങ് ലെസ് ഹീറ്റ് കപ്പാസിറ്റി. അതായത് for a higher value of C, it represents that the change in temperature will be very small. Higher value C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ചേഞ്ച്, ടെമ്പറേച്ചറിലെ ചേഞ്ച് വളരെ കുറവും. ലോ വാല്യൂ ഓഫ് സി മീൻസ് കഴിഞ്ഞാൽ അവിടെ വരുന്ന ടെമ്പറേച്ചറിൻ്റെ വാല്യൂ വളരെ ബിഗുമാണ്. അത് ഏറ്റവും എളുപ്പത്തിൽ ആലോചിക്കാൻ സിമ്പിളാണ്. സി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആണല്ലോ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കത്. ദാറ്റ് ഈസ് ഇതിൻ്റെ വാല്യൂ, അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ഇതിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഇത് കുറയും.
അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഇത് കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ചേഞ്ച്, അതായത് ദ ഹൈ ഹീറ്റ് കപ്പാസിറ്റി മീൻസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിൽ ബി ലെസ്. ലോ ഹീറ്റ് കപ്പാസിറ്റി മീൻസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിൽ ബി വെരി ലാർജ്. അതിന് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു വെള്ളമുണ്ട്, വാട്ടർ, എന്താണ്, ഒരു കല്ലുമുണ്ട്. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇതിൻ്റെത് 100 ആണെന്ന് വിചാരിക്കുക, വെള്ളത്തിൻ്റെ. ഈ മെറ്റൽ പീസും 100 ആണെന്ന് വിചാരിക്കുക. ചൂട് കിട്ടി, ഇതിന് വരുന്ന ചേഞ്ച് 200 ഡിഗ്രി ഉണ്ട്, ഇതിന് വരുന്ന ചേഞ്ച് 500 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾ നോക്കൂ, 200 മൈനസ് 100 ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, 200 മൈനസ് 100 ഇസ് ഈക്വൽ ടു 100. ഇതിലോ 400. അപ്പോൾ നമ്മൾ സി നോക്കുക. സി ഇസ് 1/100 ഫോർ എ സിസ്റ്റത്തിനും സി ഇസ് 1/400 ഫോർ ബി സിസ്റ്റത്തിനും. ഇവിടെ 100, ഇവിടെ 400. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കുറവാണ് ആർക്ക്? വെള്ളത്തിന്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ? കൂടുതലാണ്. ദാറ്റ് മീൻസ് അതിന് കുറേ ഹീറ്റ് കൊടുത്താൽ മാത്രമേ അവിടെ വലിയൊരു ചേഞ്ച് വരത്തുള്ളൂ. മെറ്റൽ പീസിന് നോക്കൂ, അവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഹൈ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും കമ്പയർഡ് ടു ദിസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കാണും സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് 0.01, അതായത് വാട്ടറിൻ്റെ സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് മെറ്റൽ പീസ് 0.0025. ആരാ വലുത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ് വലുത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? സി ഇസ് ലാർജ്. സി ലാർജ് മീൻസ്, ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിൽ ബി വെരി സ്മോൾ. അവിടെ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റം വളരെ കുറവാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു സിസ്റ്റത്തിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നമ്മൾ കൊടുത്ത ഹീറ്റിൽ ചേഞ്ച് വരുത്താൻ, അതായത് ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? മനസ്സിലായത്? അതൊരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി, ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ടു ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി അടുത്ത ടേം ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടേംസ് കേട്ടോ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. സംതിങ് റിലേറ്റഡ് ടു മോൾ, അല്ലേ? മോളായിട്ട് ബന്ധമുള്ള എന്തോ ആണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. സോ ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ സിസ്റ്റം ത്രൂ 1 degree Celsius. എന്താ മനസ്സിലായോ? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 mole ഓഫ് ഹീറ്റ്, 1 mole ഓഫ് എ സബ്സ്റ്റൻസ്, അതിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ആയിട്ട് കൂടും. ആ ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയും? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. സോ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് the amount of heat required to raise the temperature of 1 mole of a gas by 1 degree Celsius. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോൾസ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി സി, ഇപ്പം നമ്മൾ പറഞ്ഞ ഹീറ്റ് കപ്പാസിറ്റി ഇസ്, അതായത് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് ത്രൂ 1 degree Celsius. അപ്പോൾ സി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. Or C is equal to specific heat capacity is equal to Cm into N. ഈ Cm എന്ന് പറയുന്നത് എന്താ? താഴെ എം എഴുതിയ മോളാർ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ്? മോളാർ ഹീറ്റ് capacity. So C is equal to Cm into N, or C എന്ന് പറയുന്നത് specific heat means not specific heat capacity of the system into Cm into N, or Cm is equal to heat capacity divided by N. അപ്പോൾ നമ്മളിതിപ്പോൾ 1 mole ഓഫ് എ ഗ്യാസ്. ഇനി 1 gram, അതായത് 1 gram ഓഫ് എ സബ്സ്റ്റൻസിന് പറയുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റിക്ക് വീണ്ടും ഒരു പേര് വേണമെന്നാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിൻ്റെ മുന്നേ എവിടെയെങ്കിലും ഞാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല കേട്ടോ, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഹീറ്റ് കപ്പാസിറ്റിയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് എ സബ്സ്റ്റൻസ് ടു 1 degree Celsius. Then that heat capacity is known as specific. ഇതൊക്കെ ഒരു കപ്പാസിറ്റി, എത്ര ടെമ്പറേച്ചർ കൊടുത്താലാണ് ഒരു സബ്സ്റ്റൻസിൻ്റെ 1 gram ഉള്ളൊരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree കൂടുക. ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ, ആ ഒരു ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഹീറ്റ് കപ്പാസിറ്റി. സോ വാട്ട് ഡസ് മീൻ ബൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി is defined as the quantity of heat required to raise the temperature of 1 unit mass of a substance through 1 degree Celsius. അപ്പോൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കിട്ടി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ മോളാർ ഹീറ്റ് കപ്പാസിറ്റി is equal to, molar heat capacity is equal to specific
heat capacity into molar mass. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സി എം ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എം. അറിയാം സി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡെൽറ്റ ടി ഓർ ക്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ ആദ്യം പഠിച്ച ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ഓഫ് മാസ് എം ആണെങ്കിൽ ഇതിനെ നമ്മളിങ്ങനെ എഴുതും ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ ടി. Q is equal to C into M into delta T. നമുക്കറിയാം C into M, that is specific heat capacity into molar mass is equal to Cm, that is molar heat capacity into delta T, or Q is equal to molar heat capacity into delta T, that is heat absorbed by the system is equal to molar heat capacity into change in temperature. A very important equation. That is heat absorbed by a system with a mass m and a change in temperature T is given by C into M into delta T. That is specific heat capacity into molar mass is equal to molar heat capacity, that is Cm into ഡെൽറ്റ ടി. അപ്പോൾ ഇനിയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാണ്ട് ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി? മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദി amount of heat required to raise the temperature of 1 mole of a gas through 1 degree Celsius. ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. Molar heat capacity are of two types: the molar heat capacity at constant volume and molar heat constant at constant pressure. Constant വോളിയത്തിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലുമുള്ള മോളാർ വോളിയം ഉണ്ട്. അപ്പം നമ്മൾ ഈ സി എം ഉള്ളത് അങ്ങ് മാറ്റിയിട്ട് നമ്മൾ സി വി ആൻഡ് സി പി എന്ന് കൊടുക്കുക. സി വി ഇൻറ്റു ഡെൽറ്റ ടി ആൻഡ് സി പി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ എന്താണിത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole of a substance at constant volume is known as the molar heat capacity at constant volume. And what is meant by molar heat capacity at constant pressure? The amount of heat required to raise the temperature of 1 mole of a substance at constant pressure through 1 degree Celsius is known as molar heat capacity at constant pressure. ഈ രണ്ട് ഇക്വേഷനും മനസ്സിലായാലും ഇത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറുമാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഈ കോൺസ്റ്റൻറ്റ് പ്രഷറിനും ഈ വെരി ഇമ്പോർട്ടൻറ്റ്, ഞാനൊക്കെ പഠിക്കണ കാലം മുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ, നിങ്ങൾക്ക് ഇതിൽ പ്രോബ്ലം വരും അല്ലെങ്കിൽ ഇത് ഡെറിവേഷൻ വരും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക, സിമ്പിളാണ് കേട്ടോ. ഇനിയാണ് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ, അതായത് നമ്മൾ എൻതാൽപ്പിയിലും ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ച കാര്യം ഇവിടേക്ക് ആവശ്യമുള്ളത് കേട്ടോ. നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി വി അല്ലേ, ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഞാൻ വെറുതെ പറയാതൊന്നും പറയേണ്ട ആവശ്യമില്ല. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ എന്തായിരുന്നു? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇത് 0 ആയിരിക്കും അല്ലേ. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷറിലോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. അപ്പോൾ നമ്മളൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, ഡെൽറ്റ യു u2 minus u1 is equal to q plus p v2 minus v1. എന്നിട്ട് നമ്മൾ പറഞ്ഞു h2 minus h1 is equal to q p. ഓർമ്മയുണ്ടത്? ഓർ ഡെൽറ്റ h is equal to qp. അപ്പോൾ ഈ രണ്ട് ടേമും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് നമ്മൾ ചെയ്ത് പഠിച്ചതാട്ടോ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വിയും ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി. അപ്പം നമ്മളിനി ഇവിടെ എന്ത് ചെയ്യണം? ക്യൂ വിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഓർ ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഇത്രയും കാര്യം കൊടുക്കാൻ നിങ്ങൾക്കറിയാലോ. ഇനി that is QP is equal to CP delta T or QV is equal to CV delta E is equal to delta U. ഇനി ഞാൻ കൊടുക്കും. അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ചും യുവും കൂടെ ഉള്ള ഇക്വേഷൻ ഏതാ പറഞ്ഞേ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. വി ആർ കൺസിഡറിങ്, അപ്പോൾ ഇത് ചിന്തിച്ചത് ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും കൂടെ ഉള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. അപ്പം നമ്മൾ ഇനി കൺസിഡർ ചെയ്യുക ഫോർ 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസിന് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് അല്ല പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. 1 mole ആയതുകൊണ്ട് എൻ ഇസ് ഈക്വൽ ടു 1
ഓർ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി ആണല്ലോ. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി. ഓക്കെ, ഇനി ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സി പി ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി ആണ്. എല്ലാത്തിലും ടി ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആ ടീനെ അങ്ങ് ഒഴിവാക്കിയേക്കാം. ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്തിരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ, അല്ലെങ്കിൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ഇതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. അയ്യോ അതെങ്ങനെയാണ് മാം ഒഴിവാക്കിയെന്നുള്ളത് അതും കൂടെ പറഞ്ഞുതരാം. പിന്നെ ആകെ കൺഫ്യൂഷൻ ഇരിക്കും, അയ്യോ ഇതെന്തിനാണ് ഒഴിവാക്കിയെന്നുള്ളത്. എന്താ പറഞ്ഞുതരാം. സി പിയിൽ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, ഇവിടെ ഡെൽറ്റ ടി കോമൺ ആണ്, ഡെൽറ്റ ടി പുറത്തെടുത്തു, സി വി പ്ലസ് ആർ കിട്ടി. ഈ ഡെൽറ്റ ടീനെ ഞാൻ താഴേക്ക് കൊണ്ടുവരും അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അപ്പോൾ ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി എന്തായി? ഇറ്റ് വിൽ ബി cancelled and Cp is equal to Cv plus R. അല്ലെങ്കിൽ Cp minus Cv is equal to R. This is the relation between the molar heat capacity at constant pressure and constant volume. That is Cp minus Cv is equal to R. എവിടുന്ന് തുടങ്ങിയതാണ് നമ്മൾ? എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? അതായത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം. Q is equal to Cm into delta T. അതാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. കോൺസ്റ്റൻറ്റ്, ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി രണ്ട് ടൈപ്പിലുണ്ട്, കോൺസ്റ്റൻറ്റ് വോളിയത്തിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലും. കോൺസ്റ്റൻറ്റ് വോളിയം ആകുമ്പോൾ ക്യു വി ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യു വി എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് അബ്സോർബ് ബൈ എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്. എന്നിട്ട് നമ്മൾ ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ യു ഉള്ള ഇക്വേഷൻ നോക്കുക. അതേതാണ് നമ്മുടെ കയ്യിൽ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഈ പി വി നമ്മൾ കൺസിഡർ ചെയ്യുക ഫോർ 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. പി വി ഇസ് ഈക്വൽ ടു ആർ ടി. എൻ്റെ 1 ആണ്. പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി. എല്ലാത്തിനും ആ ഡെൽറ്റ ടി ഉള്ള വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യുക. സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ഓർ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും പ്രോബ്ലം ചോദിക്കാം. ഞാൻ അല്ലേ ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ചെയ്ത പ്രോബ്ലം. ഇത് ഞാൻ പഠിക്കുന്ന കാലം മുതലുള്ളതാണ്, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എൻതാൽപ്പി എടുത്തു, ഇന്നിപ്പം നമ്മൾ എന്തെടുത്തു? മോളാർ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ ഇതാ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. മനസ്സിലായെന്ന് വിചാരിക്കണു. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ, ഡൗട്ടുകളൊക്കെ കമൻസിലിട്ടോളൂ. പിന്നെയും പറയാൻ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാം easychemistryclass@gmail.com. അപ്പോൾ നന്നായി പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. താങ്ക് യു.